ഹലോ ഫ്രണ്ട്സ്, നുറുക്ക് ഗോതമ്പ് കൊണ്ട് യൂട്യൂബിൽ ഇതുവരെയും ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 3-4 തവണ കഴുകിയെടുക്കാം. ഇത് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഉടനെ തന്നെ ഡ്രെയിൻ ചെയ്തെടുക്കാം. നമുക്കിനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ വറുത്തെടുക്കണം. ഇതിൻ്റെ നനവെല്ലാം നല്ലതുപോലെ മാറുന്ന രീതിയിൽ, ഒന്നൊന്നിനോടൊട്ടാത്ത രീതിയിൽ നല്ലതുപോലെ നല്ല ഡ്രൈ ആകുന്നത് വരെ വറുത്തെടുക്കാം. ഇതുപോലെ നന്നായി വറുത്ത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം, ഇതിൻ്റെ ചൂടൊന്ന് മാറാനായി. നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ല ഫൈൻ പൗഡർ ആകുന്ന രീതിയിൽ നന്നായി പൊടിച്ചെടുക്കാം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ല പൗഡറായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഗുലാബ് ജാമിന് വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പിന് വേണ്ടി ഇതൊരു 5 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ തിളപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കയുടെ കുരു ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്താലും മതി. ഏലക്കാപ്പൊടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതൊരു 5 മിനിറ്റ് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് നമ്മുടെ ഈ ഷുഗർ സിറപ്പ് അതിലേക്ക് ഒഴിച്ച് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായി മെൽറ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ചെറുതായി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കാം. പാൽ നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കുറേശ്ശെയിട്ട് ഒരു കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇത് നമുക്ക് കൈയെടുക്കാണ്ട് സ്പീഡാ തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ പാലൊക്കെ വറ്റി നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂട് ചെറുതായി ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിത് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതിപ്പോഴേ നല്ല സോഫ്റ്റാണ്. കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആകും. നമുക്കങ്ങനെ നല്ലൊരു ഡോ കിട്ടും. നമുക്കിനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ചെറിയ ബോൾസുകളായി കൈ കൊണ്ട് നന്നായി ഉരുട്ടിയെടുക്കാം. നമുക്ക് എല്ലാ ബോൾസും ഈ ഒരു വലുപ്പത്തിൽ ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിലും ഷേപ്പിലും ചെയ്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എല്ലാ ബോൾസും നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അയണിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ ബോൾസും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗം ഒന്നുപോലെ ഫ്രൈ ആകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നത്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ബോൾസ് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്.
നമ്മൾ മാറ്റിവെച്ച ഷുഗർ സിറപ്പിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ബോൾസും ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പ് എല്ലാ ബോൾസിലും പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് സമയം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ എല്ലാ ബോൾസിലും പിടിച്ചിട്ടുണ്ട്. നല്ലതുപോലെ നമ്മുടെ ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗുലാബ് ജാമാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഗുലാബ് ജാമാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.